അപ്പോൾ ഈ അമ്പലം നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ കേരള പഴനി എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ആ സുവോളജിക്കൽ പാർക്കിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ടടുത്തായിട്ടാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. കുന്നിന് മുകളിലുള്ളൊരു അമ്പലമുണ്ട് അത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇവിടെ ആൾക്കാർ കുറവാണ്. ഞാൻ ഒരു ഉച്ച സമയത്താണ് ഇവിടെ വന്നേക്കണേ കേട്ടോ. അതേപോലെ അത് റോഡ് സൈഡിൽ നിന്ന് കാണാവുന്ന ഒരു വ്യൂ ആണ് ഇത് ഇങ്ങനെ. അപ്പോൾ പുത്തൂർ പുന്നൂക്കര മറ്റേ റോഡില്ലേ ആ റോഡിലൂടെ നമുക്ക് അമ്പലൂരോട്ട് കവർ ചെയ്യാം കേട്ടോ. ഈ റൂട്ടിലാണ് ആ അമ്പലം വന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് റോട്ടിലൂടെ പോകുമ്പോൾ നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു അമ്പലമുണ്ട് അവിടെ നമ്മൾ നോക്കി അങ്ങനെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ അകലേക്ക് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും കാണില്ല. മുകളിൽ ചെല്ലുമ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഈ പടി കയറി ഇത്രയും മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഇത്രയും ഹൈറ്റിലോട്ട് ഈ അമ്പലം ഉള്ളത് നമുക്ക് ഇങ്ങനെ എത്രയും ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ബൈക്കും ഇതിൽ കയറ്റാനുള്ള സൗകര്യം ഉണ്ട്. നമുക്ക് ടൂ വീലറിന് വന്നവർക്ക് അപ്പുറം ടൂ വീലർ കയറ്റപ്പോൾ തന്നെ കാറും വണ്ടിയും കയറുന്ന റോഡൊക്കെ തന്നെയാണ്. പക്ഷേ വണ്ടി നമ്മൾ കയറ്റാൻ നിൽക്കുമ്പോൾ നമുക്ക് അത്ര പരിചയമില്ലെങ്കിൽ നമുക്ക് കയറ്റാൻ നിൽക്കരുത്. ടൂ വീലറിന് വരാമെന്ന് അവരോട് നമ്മൾ അമ്പലത്തിൽ അവരോട് ചോദിക്കും, ആ ടൂ വീലർ വരാം ശ്രദ്ധിച്ച് വരണമെന്നുള്ളൂ. അങ്ങനെ അവർ പറയുന്നുണ്ട്. രണ്ട് സൈഡിൽ കൂടെ വഴി ഇട്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വഴി ഇപ്പോൾ ക്ലിയർ ചെയ്ത് നല്ലോണം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന്, നല്ല രസമുള്ള നല്ലൊരു അമ്പലമാണ് അവിടെ. അതേപോലെ തന്നെ ഹൈറ്റിലാണ്. അതേപോലെ ചുറ്റുപാടും കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇവിടെ വന്നേക്കണേന്ന് പറഞ്ഞു. അതേപോലെ നല്ല ശാന്തമായിട്ടൊരു അന്തരീക്ഷമുണ്ട് അവിടെ നമുക്ക് കിട്ടണ കേട്ടോ. അതുപോലെ തന്നെ മറ്റേ മുരുകൻ്റെ അതേപോലെ തന്നെ പഴനിയിലെ ആ ഒരു ശൈലിയിലുള്ള രീതി തന്നെയാണ് തോന്നുന്നു അവിടെ ആചരിക്കണേന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവിടെ ഇതിപ്പം നമുക്ക് തിരക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഉച്ചേൻ്റെ പേരിലായിരിക്കണം. അതേപോലെ തന്നെ വൈകുന്നേരത്തൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ രാവിലെ വൈകുന്നേരമായിരിക്കും ആൾക്കാർ വന്നത്. അവിടെ ഇതേപോലെ അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണേ കേട്ടോ. ഇതിലും ഹൈറ്റിലോട്ട് മുകളിലോട്ട് കയറാനുണ്ട് നമുക്കത്. എന്നാൽ പടി കയറുമ്പോൾ വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സുഖമായിട്ട് കയറി പോകാട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് കയറുമ്പോൾ നമുക്ക് കാല് നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ ഇവിടെ എത്തിച്ചേരും. കാരണം വിശ്വാസത്തിൻ്റെ പുറത്തല്ലെങ്കിൽ പോലും ഒരു എന്താ പറയുക, ഈ നമ്മുടെ ഈ പാർക്കിലോട്ട് വരുമ്പോൾ തന്നെ ഒരു അപ്പോൾ നമ്മൾ പഴനി പോകുന്ന ഒരു ഇത് തന്നെയാണ് ഇവിടെ. അതേപോലെ തന്നെ പഴനിയിൽ നമുക്ക് സ്റ്റെപ്പ് കയറിയാണല്ലോ പോകുന്നത്, മലമുകളിൽ തന്നെയാണല്ലോ. അപ്പോൾ ആ പാർക്കിന് കാണാൻ എങ്ങനെയായാലും ഇവിടെയും അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ നമ്മളത് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അമ്പലം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്നോട് കൂട്ടുകാരൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അമ്പലമുണ്ട് അവിടെ നമുക്ക് പോവാട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പോയപ്പോഴാണ് അവിടെ ഒന്നും ഇല്ല, നമ്മളെ കാണിക്കാനുള്ള സംഭവം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കയറിയത് കേട്ടോ. അപ്പോൾ ഇത് വന്ന് ഞാൻ വന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വട്ടം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് അമ്പലത്തിലെ കാഴ്ചകൾ. ആൽമരമുണ്ട് അവിടെ ചുറ്റുവട്ടം, ഒരു കുറച്ച് ഏരിയയൊക്കെ ഉണ്ട് അവിടെ അന്നദാനത്തിനുള്ളതും. അതേപോലെ വഴിപാട് ഓർഡർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. സുബ്രഹ്മണ്യ സ്വാമി അമ്പലമുണ്ട്. പഴക്കം എനിക്ക് തോന്നുന്നു നല്ലൊരു പഴക്കമുണ്ട്. കാരണം നമുക്ക് ഇതിനകത്ത് എനിക്ക് അറിഞ്ഞുകൂടെ അവിടെ ചോദിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഇല്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക, തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു ക്ഷേത്ര നിർമ്മാണമാണ് ഇവിടെ നടന്നേക്കണേ കേട്ടോ. നമ്മൾ കേരളത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ തിരുവനന്തപുരം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കൊടുങ്ങല്ലൂർ സൈഡിൽ പോകുമ്പോൾ ഒരു അമ്പലമുണ്ട്, ഇതേപോലെ ഒരു അമ്പലമുണ്ട്. അതേപോലെ തന്നെ ചില പാലക്കാട് ആ ബോർഡർ തമിഴ്നാട് ബോർഡറിലോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ മധുര അങ്ങനെ ഓരോ അമ്പലങ്ങളില്ലേ, അതേപോലത്തെ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തേക്കണേ കേട്ടോ. ഏത് വർഷത്തൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെയാണ് വഴിപാടിൻ്റെ കൗണ്ടർ വന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് റിട്ടേൺ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് അത്രയും ഹൈറ്റിൽ നിന്ന് താഴത്തു നിന്നാണ് നമ്മൾ ഇങ്ങനെ കയറി വന്നേക്കണേ. ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ഒരു വട്ടം ഇതിൽ പോകുമ്പോൾ കയറാം കേട്ടോ.